മരിച്ചുപോയ ഓരോ മനുഷ്യനും നമുക്ക് പറഞ്ഞു തന്നത് ഈ വഴക്കും വെക്കാണൊക്കെ വ്യർത്ഥമാണ് എന്ന കാര്യമല്ലേ. ഇതൊക്കെ എത്ര നിരർത്ഥകമാണ്. നമ്മൾ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാകുന്ന എന്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അതൊക്കെ എത്ര നിരർത്ഥകമാണ് എന്നാണ് മരിച്ചു പോകുന്ന ഓരോ മനുഷ്യനും പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്തിനാണ് ഉമറേ കുറെ പ്രസംഗങ്ങളൊക്കെ, മരിച്ചു കിടക്കുന്ന ഒരാളെ കണ്ടാൽ പോരെ. കഫാ ബിൽ മൗതി വാഇലൻ യാ ഉമർ, മരിച്ചു കിടക്കുന്ന ഒരാളെങ്ങനെ കണ്ടാൽ പോരെ, അതിലേറെ വലിയൊരു ഉപദേശം വേറെ ഉണ്ടോ ഉമർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ റസൂലുള്ള പറയുന്നത് ഏറ്റവും ബുദ്ധിയുള്ള ആളാരാണ്? ജീവിതത്തെക്കുറിച്ച് ജാഗ്രത ഉള്ള ആളാണ്. മരിച്ചു പോകണ്ടേ എന്ന ചിന്തയിൽ ജീവിതത്തെ ഇങ്ങനെ നിതാന്തമാക്കി നിർത്തുന്ന ഒരാളാണ്. അതിനപ്പുറത്തേക്കുള്ളൊരു നിമിഷങ്ങളെ കുറിച്ച് ആലോചിക്കുന്ന ആളാണ്. 10-30,000 ദിവസം കൊണ്ട് തീരുന്ന ഈ ജീവിതത്തിനപ്പുറത്ത് പിന്നെന്താണ്, അതിനെക്കുറിച്ച് ഒരാൾ ആലോചിക്കാൻ തുടങ്ങുക. നമ്മൾ ഈ കാണുന്നതൊക്കെ സത്യമാണെങ്കിൽ നമ്മൾ കാണാൻ ഇനിയുണ്ട് സത്യങ്ങൾ, അത്രയേ ഉള്ളൂ. നമ്മൾ ഈ കാണുന്നതൊക്കെ സത്യമാണെങ്കിൽ നമ്മൾ കാണാത്ത സത്യങ്ങളുണ്ട്. നമ്മൾ ഈ അനുഭവിക്കുന്നതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ നമ്മൾ അനുഭവിക്കാനിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇതാണ് ഖുർആൻ പറഞ്ഞത്. കണ്ണ് കാണാത്തൊരു മനുഷ്യന്റെ അടുത്ത് വന്നിട്ട് കണ്ണ് കാണുന്ന ഒരാൾ പറയാണ് പാലിന്റെ നിറം വെളുത്തതാണ്, കാക്കയുടെ നിറം കറുപ്പാണ്, പൂവിന്റെ നിറം ചുവപ്പാണ് എന്നൊക്കെ കണ്ണ് കാണാത്ത ഒരാള് ആ ഒരു അന്ധനായ മനുഷ്യനോട് വന്ന് പറയുമ്പോൾ ആ അന്ധനായ മനുഷ്യനത് വിശ്വസിക്കണം. വിശ്വസിച്ചിട്ടില്ലെങ്കിലോ ആർക്കാ നഷ്ടം? ഈ പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് വല്ല നഷ്ടമുണ്ടോ? ഈ അന്ധനാണ് നഷ്ടം. കളർ, നിറം എന്ന വലിയൊരു വിജ്ഞാന ശാഖ തന്നെ അയാളുടെ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമാവും അയാൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ. ഇതേപോലെയാണ് കണ്ണ് കാണാത്ത നമ്മളോട് വന്നിട്ട് കണ്ണ് കാണുന്ന അമ്പിയാക്കൾ പറയണ, അവർ കണ്ണ് കാണുന്നവരാണ്. അതാണ് വഹി എന്ന് പറയണത്. പ്രവാചകന്മാരാരാണ്? നമ്മൾ കാണാത്തത് കാണുന്നവരാ, അതിന്റെ പേരാണ് വഹി അല്ലേ. ആ വഹി കിട്ടുന്ന പ്രവാചകന്മാർ, കണ്ണു കാണുന്ന പ്രവാചകന്മാർ കണ്ണ് കാണാത്ത നമ്മളോട് വന്നിട്ട് പറയാണ് പാലിന്റെ നിറം വെളുപ്പാണ് എന്നും കാക്കയുടെ നിറം കറുപ്പാണ് എന്നും അയാൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ പ്രവാചകന്മാർ നമുക്ക് പറഞ്ഞു തന്നു. ഇവിടെ തീരൂല, ഇതിനപ്പുറത്തേക്കുണ്ട് എന്ന്. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടിയോട് ഒരാൾ വന്നിട്ട് പറയാണ്, മോനെ 9 മാസമേ നീ ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ, 9 മാസം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് പോകും എന്ന് ആ കുട്ടിയോട് പറഞ്ഞ ആ കുട്ടി വിശ്വസിക്കില്ല. ഇമാം ഖസാലി റഹ്മഹുല്ലാ തന്നെ പറയുന്ന ഒരു ഉദാഹരണമാണിത്. ആ കുട്ടി വിശ്വസിക്കില്ല. ആ കുട്ടി വിചാരിക്കുന്നത് ഗർഭപാത്രമാണ് ലോകം എന്നാണ്. അതിനപ്പുറത്തേക്ക് വരാനിരിക്കുന്ന വെളിച്ചത്തിന്റെ ഒരു ലോകത്തെ ആ കുട്ടി നിഷേധിക്കും. പക്ഷെ 9 മാസം കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് മനസ്സിലായി. ആ 9 മാസം കഴിഞ്ഞ് വന്നവരെ നമ്മളോടാണ് പ്രവാചകന്മാർ വന്ന് പറഞ്ഞു തന്നത്, ഇവിടെ കൊണ്ട് തീരില്ല, വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ആർക്കാണ് നഷ്ടം? ഇതാണ് ചോദ്യം. ഖുർആൻ ഉയർത്തുന്ന ചോദ്യം അതാണ്. വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ആർക്കാണ് നഷ്ടം? നമുക്കാണ് നഷ്ടം. അതുകൊണ്ടാണ് റസൂൽ ഇത് പറഞ്ഞത്, ബുദ്ധിയുള്ള ഒരാൾ, വിവേകമുള്ള ഒരാൾ ചെയ്യുന്നതാണെന്നറിയോ, അവിടത്തേക്ക് വേണ്ടി അയാൾ തയ്യാറാക്കിക്കൊണ്ടേയിരിക്കും. ഞാൻ മരിച്ചയാളിന്റെ കുടുംബം എന്താവും, ഞാൻ മരിച്ചയാളിന്റെ കുട്ടികളെന്താവും, ഞാൻ മരിച്ചയാളിന്റെ കച്ചവടം എന്താവും, ഇതൊക്കെ നമ്മൾ ആലോചിക്കുമല്ലേ. അതൊക്കെ ആലോചിക്കേണ്ടതുമാണ്, ചെറിയ കാര്യമൊന്നുമല്ല അത്. പക്ഷെ അതേപോലെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്, ഞാൻ മരിച്ചയാള് ഞാനെന്താവും. ഈ ഒരു ചിന്തയിൽ നിന്നാണ് ഒരാളുടെ ജീവിതം കുറച്ചുകൂടി വെളിച്ചമുള്ള ഒന്നായി മാറുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അക്സിറു ദിക്റൽ മൗത്ത് ഫമാ മിൻ അബ്ദിൻ അക്സറ മിൻ ദിക്രിഹി ഇല്ലാ ഹയ്യല്ലാഹു ഖൽബഹു വഹവ്വന അലൈഹിൽ മൗത്ത്. മരണത്തെക്കുറിച്ച് ചിന്തയുള്ള ഒരാളുടെ ഹൃദയത്തെ അല്ലാഹു വെളിച്ചമുള്ളതാക്കും, അയാളുടെ ഉള്ളിനെ അല്ലാഹു ഉണർവുള്ളതാക്കും. അഹ്യ എന്നാണ് പ്രയോഗിച്ചത്. അയാൾക്കൊരു ഉണർവ് കിട്ടും, അയാൾക്കൊരു ഉണർവ് കിട്ടും. ജീവിതത്തിനുള്ളിലൊരു ജീവിതമുണ്ട്, ആ ജീവിതം അയാൾക്ക് കിട്ടും. മാത്രമല്ല അയാൾക്ക് വഹവ്വന അലൈഹിൽ മൗത്ത്, അയാളുടെ മരണം അല്ലാഹു എളുപ്പാക്കി കൊടുക്കുകയും ചെയ്യും. പരീക്ഷയ്ക്ക് വേണ്ടി ഒരാൾ എത്ര തയ്യാറാകുന്നുണ്ടോ അത്രയും പരീക്ഷ എളുപ്പമെടുക്കും. അതാണത്. ഒരാൾ മരണത്തിന് വേണ്ടി എത്രയാണോ തയ്യാറാവുന്നത് അത്രയും അയാളുടെ മരണം എളുപ്പമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്, വല്ലാത്തൊരു വാക്കാണ്, ഖബറുകൾ സന്ദർശിക്കണം. സുരിൽ ഖുബൂർ തദ്കറു ബിഹാ അൽ ആഖിറ. ഇതിനപ്പുറത്തുള്ളൊരു ലോകത്തെ
ഖബറുകൾ നിങ്ങളെ ഓർമ്മിപ്പിക്കും. കഴിഞ്ഞിട്ടില്ല. വഗ്സിലിൽ മൗത, മരിച്ച ആളുകളെ കുളിപ്പിക്കണം, മയ്യത്ത് കുളിപ്പിക്കണം. ഫഇന്ന മുആലജത ജസദിൻ ഖാവിൻ, നിർജീവമായി കിടക്കണ ആ ശരീരം, മൗഇലത്തുൻ ബലീഗ, നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഉപദേശമാണ്. മരിച്ചു കിടക്കണ ആ ശരീരം നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഉപദേശമാണ്. വസ്വല്ലി അലൽ ജനായിസ്, മരിച്ചവർക്ക് വേണ്ടി നിസ്കരിക്കണം. ലഅല്ല ദാലിക അയ്യുഹ്സിനക, റസൂലുള്ളാഹിയുടെ വാക്കാണ്. അത് നിങ്ങളുടെ മനസ്സിൽ വേദന ഉണ്ടാക്കും, അത് നിങ്ങളുടെ മനസ്സിൽ സങ്കടം ഉണ്ടാക്കും. പ്രിയപ്പെട്ടവരെ ഇങ്ങനെ മുന്നിൽ കിടത്തിയിട്ട് നിങ്ങളിങ്ങനെ നിസ്കരിക്കുമ്പോൾ, നമ്മളോടൊപ്പം കളിച്ചും ചിരിച്ചും നടന്ന മനുഷ്യർ, ഇളം ചൂടോടെ നടന്ന മനുഷ്യർ തണുത്ത് വിറങ്ങലിച്ച് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഉള്ളിങ്ങനെ വേദനിക്കും. ഫൈനൽ ഹസീന ഫീ ദില്ലില്ലാഹ്, അങ്ങനെ സങ്കടപ്പെടുന്ന ആള് പടച്ചവന്റെ തണലിലാണ്. യതഅറദു കുല്ലൽ ഖൈർ, അയാൾക്ക് അല്ലാഹു സർവ്വ നന്മകളും അയാളുടെ മുമ്പിൽ അല്ലാഹു പ്രദർശിപ്പിക്കുകയും ചെയ്യും. ചെറിയൊരു ശ്വാസത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുന്ന ആളുകളപ്പം നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ ചെറിയ ഒരു തണുപ്പും, ഉള്ളിലേക്ക് ഇങ്ങനെ ശ്വാസം വലിക്കുമ്പോൾ ചെറിയൊരു ചൂടും ഇങ്ങനെ അനുഭവിക്കുന്ന കാണാം. ചെറിയൊരു ചൂടും ചെറിയൊരു തണുപ്പും അല്ലേ? ഈ ശ്വാസമാണ് പടച്ചോ നമുക്ക് തന്ന ജീവിതം. കഴിഞ്ഞതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയതാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടും കാര്യമില്ല. അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കുക, എന്നിട്ട് അത് ഉപേക്ഷിക്കണം. ആ ഭാരങ്ങളായിട്ട് നടക്കരുത്. അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടോ പഠിക്കുക, എന്നിട്ട് അത് ഉപേക്ഷിക്കണം. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. അവർക്ക് വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, സങ്കടങ്ങളൊന്നും ഉണ്ടാവില്ല. ശരിയായ വിശ്വാസികൾക്ക് പോയ കാലത്തിന്റെ ഭാരങ്ങളൊന്നുമില്ല, വരാനിരിക്കുന്നതിന്റെ ഭയവുമില്ല. അവർ മനസ്സ് സ്വസ്ഥയിരിക്കും. ആ തെളിഞ്ഞ മനസ്സോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയണം. പടച്ചോൻ എന്താണോ നമുക്ക് തന്നത് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്താണോ തന്നത് അതുകൊണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അള്ളാഹ് വീതിക്കുക അവന്റെ വിഭവങ്ങൾ. വടകര എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് 1,00,000 ആളുകൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ 1,00,000 ആളുകൾക്കും ജീവിക്കുവാൻ, സന്തോഷമായിട്ട് ജീവിക്കാനുള്ള വിഭവം അള്ളാഹു ഇവിടെ തരും. അത് അള്ളാഹിന്റെ നീതിയാണ്. പക്ഷെ എല്ലാവരുടെ കയ്യിലും എല്ലാം കൊടുക്കുക, കുറച്ചാളുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് ആ കുറച്ച് ആളുകളോട് പറഞ്ഞു നിങ്ങൾ എല്ലാവർക്കും കൊടുക്കണം. അതിന്റെ പേരാണ് സക്കാത്ത്, സ്വതക്ക എന്നൊക്കെ പറയുന്നത്. സക്കാത്ത് പല ആളുകളും നോമ്പുമായി ബന്ധപ്പെട്ടാണ് വിതരണം ചെയ്യാറുള്ളത്. ഒരു നല്ല കാലയളവ് തന്നെയാണ് അത്. എന്താണ് സക്കാത്ത് എന്ന് പറയുന്നത്? അതിൽ ഏതെങ്കിലും തരത്തിൽ മടിയൊക്കെ ഇങ്ങനെ പിടിക്കുന്ന ആളുകൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു ചെറിയ കാര്യമാണ്. നമ്മുടെ കയ്യിലൊരു ആപ്പിൾ ഉണ്ട്. ആ ആപ്പിളിനെ നമ്മൾ 10 കഷ്ണമായിട്ട് മുറിച്ചു. ആ ആപ്പിളിനെ നമ്മൾ 10 കഷ്ണമായിട്ട് മുറിച്ചു. ആ 10 കഷ്ണങ്ങളിൽ നിന്ന് ഒരു കഷ്ണം ഇങ്ങനെ എടുക്കുക, എന്നിട്ട് അതിനെ 4 കഷ്ണങ്ങളാക്കുക. ആ 4 കഷ്ണങ്ങളിൽ ഒന്നിനെയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. 10-ൽ 1-ന്റെ 4-ൽ 1 ഈ 4-ൽ 1 ഈ സമ്പത്തിനെ മുഴുവനും വിശുദ്ധമാക്കുന്ന ഒന്നാണ്. അതിനൊരാൾ മടിച്ചാലോ? അയാളുടെ അത്ര ക്രൂരനായ ഒരാൾ വേറെ ഉണ്ടോ? അല്ലേ? ഈ 10-ൽ 1-ന്റെ 4-ൽ 1 കൊടുക്കാൻ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ. ഇയാളുടെ ഔദാര്യമൊന്നുമല്ല അത്. ഏൽപ്പിച്ച ആള് പറഞ്ഞതാണ് കൊടുക്കാൻ. ഏൽപ്പിച്ച ആള് പറഞ്ഞതാണ് കൊടുക്കാൻ. അതിന്റെ പേരാണ് സക്കാത്ത്. ആ സക്കാത്ത് ഒരാൾ കൊടുക്കാൻ പഠിച്ചാല് അയാളുടെ അത്ര വലിയ സ്വാർത്ഥനായ ഒരാൾ വേറെ ഉണ്ടോ? അയാളുടെ അത്ര മനുഷ്യവിരുദ്ധനായ ഒരാൾ വേറെ ഉണ്ടോ? അയാളുടെ അത്ര മാനവിക വിരുദ്ധനായ ഒരാൾ വേറെ ഉണ്ടോ? നമ്മുടെ സക്കാത്ത് കൊണ്ട് സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടണം. നല്ല ചിന്തകൾ കൊണ്ട് മനസ്സ് ശുദ്ധീകരിക്കപ്പെടണം. നല്ല അമലുകൾ കൊണ്ട് ജീവിതവും ശുദ്ധീകരിക്കപ്പെടണം. അങ്ങനെ പഠിച്ചവരുടെ പോകാൻ കഴിയുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീമിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം.
പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. പറഞ്ഞു വന്നത് ഇത്രയുമേ ഉള്ളൂ. ഖുർആനിലെ ഒരൊറ്റ വാക്ക്, ബൽ തുസിറൂനൽ ഹയാത്തുദ് ദുനിയ വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖ. നിങ്ങൾ നശ്വരമായതിനെ ഇഷ്ടപ്പെടുന്നു, പക്ഷേ മനുഷ്യരെ അനശ്വരമായ ഒന്ന് കാത്തിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ വല്ലതുമൊക്കെ ചെയ്തോളൂ. ആ ഒരു നിതാന്തമായ ജാഗ്രതയാണ് ഈ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അതാണ് ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിപരമായി ജീവിതത്തെ കൈകാര്യം ചെയ്യുന്നവർ അങ്ങനെയുള്ളവരാണെന്ന് റസൂൽ പറയുകയും ചെയ്തു. ഒരു കവിത വായിച്ചു. ആ കവിത ഇത്രയേ ഉള്ളൂ: വായിച്ചിട്ടില്ലേ ഇതുവരെയും, വരുന്ന വിവരത്തിന് ഞാൻ അയച്ച സന്ദേശങ്ങൾ. കവിതയുടെ പേര് മരണം എന്നാണ്. ഓരോ സന്ദേശങ്ങൾ ഇങ്ങനെ കൊടുത്തു വിട്ടിരുന്നു. ആള് വരുന്നുണ്ട് എന്ന് പറയാൻ. ശരീരം ഇങ്ങനെ ചുളിയാൻ തുടങ്ങിയപ്പോൾ, നിരക്കാൻ തുടങ്ങിയപ്പോൾ, കൊഴിയാൻ തുടങ്ങിയപ്പോൾ, കാഴ്ച മങ്ങാൻ തുടങ്ങിയപ്പോൾ, ഇരുന്നിടത്ത് നിന്നൊന്ന് എഴുന്നേൽക്കുമ്പോൾ ഊരയൊന്ന് വേദനിക്കാൻ തുടങ്ങിയപ്പോൾ, അതൊക്കെ ആ സന്ദേശങ്ങളായിരുന്നു എന്ന് വായിച്ചിട്ടില്ലേ? നിസ്സഹായനായ മനുഷ്യനാണ് നമ്മളൊക്കെ. ശരിയും തെറ്റും വരുന്ന മനുഷ്യന്മാരാണ്. കാരണം നമുക്ക് രഹസ്യവും പരസ്യവും ഉണ്ട്. ശരിയും തെറ്റുമുള്ള നേരും നുണയും ഒക്കെ സംഭവിക്കുന്ന സാധാരണ മനുഷ്യന്മാരാണ് നമ്മൾ. ആ കർമ്മങ്ങളെ തൗബ കൊണ്ട് വിശുദ്ധമാക്കിയും പ്രാർത്ഥനകൾ കൊണ്ട് പഠിച്ചവനിലേക്ക് കുറച്ചുകൂടെ അടുത്തും ജീവിതത്തെ ഒന്നുകൂടി നമ്മളൊന്ന് തിരിഞ്ഞു നിന്നിങ്ങനെ അതിൻ്റെ അലകും പിടിയുമൊക്കെ മാറ്റി റെഡിയാക്കുന്ന കാലമാണ്. ഈ കാലത്ത് ഒന്ന് കണ്ണടച്ചിരുന്ന് നമ്മൾ ആലോചിക്കണം. പോയ കാലത്തെക്കുറിച്ച്, ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്, ചെയ്യാമായിരുന്ന കാര്യങ്ങളെക്കുറിച്ച്. ചെയ്തതിനും ചെയ്യാമായിരുന്നതിനും ഇടയിൽ എവിടെയോ ആണ് ജീവിതമുള്ളത്. ചെയ്തതൊന്നും ആകണമെന്നില്ല, ചെയ്യാമായിരുന്ന കാര്യങ്ങൾ, വരാനുള്ള നിമിഷങ്ങളെ, ശ്വാസമുണ്ട് എന്ന് നമുക്ക് നല്ല ഉറപ്പുള്ള ഈ നിമിഷങ്ങളെയും അർത്ഥവത്താക്കാനുള്ള ജാഗ്രത നമ്മുടെ ഭാഗത്ത് എന്തായാൽ പടച്ചവൻ പറഞ്ഞത് നമ്മൾ അനുസരിച്ചു എന്നാണ്, നമ്മൾ രക്ഷപ്പെട്ടു എന്നുമാണ് അതിനർത്ഥം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങളിൽ നിന്ന് പരമദയാലുവായ കാരുണ്യവാരിധേ ഞങ്ങൾക്ക് നീ പാപമോചനം നൽകി അനുഗ്രഹിക്കണമേ. അറിഞ്ഞും അറിയാതെയും ഒരുപാട് പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് വന്നിട്ടുണ്ട്. കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരെ പറ്റിച്ചിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട്. ഞങ്ങൾ കാരണം ആളുകൾ കരയേണ്ടി വന്നിട്ടുണ്ട്. പഠിച്ചവനെ, ഇതെല്ലാം ഞങ്ങളുടെ കർമ്മപുസ്തകത്തിലെ തെറ്റായ ഞങ്ങളുടെ അധ്യായങ്ങളാണ്. ആ തെറ്റായ അധ്യായങ്ങളെ, പാപങ്ങളെ നിന്റെ പരമമായ കാരുണ്യം കൊണ്ട്, അസദൃശമായ നിന്റെ സ്നേഹം കൊണ്ട്, കലവറയില്ലാത്ത നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് നീ അത് കൊടുത്തു തരണമേ. വന്നുപോയ അബദ്ധങ്ങൾ, പാളിച്ചകൾ, പോരായ്മകൾ നീ ഞങ്ങളുടെ കർമ്മ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു തരണമേ. വരാനുള്ള നിമിഷങ്ങളെ, കൂടെയുള്ള നിമിഷങ്ങളെ നല്ല കർമ്മങ്ങൾ കൊണ്ട്, നിന്റെ സ്നേഹം ലഭ്യമാക്കും വിധമുള്ള കർമ്മങ്ങൾ കൊണ്ട് അർത്ഥവത്താക്കാൻ ഭാഗ്യമുള്ളവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് പലതുകൊണ്ടും വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. കടങ്ങൾ കൊണ്ട്, സങ്കടങ്ങൾ കൊണ്ട്, ശാരീരികമായ പ്രയാസങ്ങൾ കൊണ്ട്, വാർദ്ധക്യം കൊണ്ട്, മക്കളില്ലാത്തതുകൊണ്ട്, മക്കളുടെ രോഗങ്ങൾ കൊണ്ടൊക്കെ വലയുന്നവരുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം ആശ്വാസം നിറഞ്ഞ പരിഹാരം പ്രദാനം ചെയ്യണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളൊന്ന് കാണുക പോലും ചെയ്തിട്ടില്ലാത്ത വല്യപ്പന്മാർ, വല്യമ്മമാർ, മാതാപിതാക്കളിൽപ്പെട്ടവർ, ഗുരുജനങ്ങളിൽപ്പെട്ടവർ, സ്നേഹിതരിൽപ്പെട്ടവർ, അല്ലാഹുവേ, അവർക്കെല്ലാം അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണമേ. അവരെയും ഞങ്ങളെയും നിന്റെ ഉന്നതമായ സ്വർഗാരാമങ്ങളിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. വന്നുപോയ അബദ്ധങ്ങൾക്ക് നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചിരുന്നൊരു കാര്യമുണ്ട്, പള്ളിയുടെ കുറച്ച് വിഷയങ്ങൾ, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ സഹായം വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വളരെ കൈയഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ചെയ്യാതെ പോയിട്ടുണ്ടാവും, ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ടാവും. രണ്ടു കൂട്ടരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبيك محمد وآله وأصحابه وسلم والحمد لله رب العالمين.